തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തം. ICUവിലെ വെന്റിലേറ്ററിൽ നിന്നാണ് തീ പടർന്നത്. ജീവനക്കാരുടെ സമയോചിത ഇടപെടലിലാണ് വൻ അപകടമൊഴിവായത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മേയർ VV രാജേഷ് അറിയിച്ചു. നമ്മൾ റൂമിൽ ഇരുന്നപ്പം പെട്ടെന്നൊരു ഫാന് സ്പീഡ് കൂടി. ആ സ്പീഡ് കണ്ട് നമ്മൾ ചോദിച്ചു ഇതെന്ത് വോൾട്ടേജ് കൂടിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊട്ടിത്തെറിയായിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. രാവിലെ 9:30ഓടെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUവിൽ തീപിടുത്തമുണ്ടായത്. വെന്റിലേറ്റർ മെഷീനിൽ നിന്നാണ് തീ പടർന്നത്. ICUവിൽ 16 രോഗികൾ ഉണ്ടായിരുന്നു. വേഗത്തിൽ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ തീയണയ്ക്കുകയും രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. 16 പേഷ്യൻസ് ആണ് ആ ICUയിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ന്യൂറോ ICUയിൽ അടുത്ത സെക്ഷനാണ്, അത് 16 പേരുണ്ടായിരുന്നു. ഈ 32 പേരെ ഷിഫ്റ്റ് ചെയ്തു. ഓൾറെഡി അവിടെ തയ്യാറായിട്ട് ICU ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റിയത്. അതുകൊണ്ട് ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അങ്ങേയറ്റം തന്നെ അഭിനന്ദിക്കണം. കാരണം അവർ വളരെ എഫക്റ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സിൽ നിന്നും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തന്നെ അവരുടെ സുരക്ഷ പോലും നോക്കാതെ ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരും ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സമയോചിതമായി ഇടപെട്ടു. പുക ഉയർന്നതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട ജീവനക്കാരെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. പിന്നാലെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ഫ്ലോറിലാണ് ഇൻസിഡന്റ് സംഭവിച്ചത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള പേഷ്യൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്, മറ്റു ICUസ്ക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും സേഫാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു വെന്റിലേറ്ററിൽ ഫയർ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുള്ള അഫീഷ്യൽസ് ഉണ്ട്. ഇതിൻ്റെ വയറിങ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. മറ്റു ഫ്ലോസ് എല്ലാം ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എനിവേ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസ് എല്ലാം സേഫാണ്. തീപിടുത്തം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N. ഗോപകടെ അറിയിച്ചു. ഫസ്റ്റ് ഫ്ലോർ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തൽ ഉണ്ടായി. അതിൻ്റെ കാരണം അത് അവിടുത്തെ ഒരു വെന്റിലേറ്റർ അത് ബർസ്റ്റായി. പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടുത്തെ ഹൗസ് സർജൻ തൊട്ടടുത്ത ഉള്ള 3 ഡോക്ടേഴ്സ് നഴ്സസ് അതെല്ലാം വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചുകൊണ്ട് ആ വെന്റിലേറ്റർ ബർസ്റ്റായി. അത് അവരെ തന്നെ അവിടുത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് അത് കൺട്രോളിലാക്കി. BJP നേതാവ് V. മുരളീധരൻ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആളപായമൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ആ നടപടികൾ സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. തീപിടുത്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ കോളേജുകളിൽ പരിശോധന നടത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം.